ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ക്യൂട്ട് തോന്നുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബാഗും ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ 2 പീസ് തുണികളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെക്കാനുള്ള തുണിയാണ് ഇപ്പോൾ മുകളിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 9.5 ഇഞ്ച് വീതിയുമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 10.4 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ അടിവശത്ത് കുറച്ച് വീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിനെ മൊത്തമായിട്ടൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ മൊത്തത്തിലൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇതാ നമ്മുടെ ആ പിന്നൊക്കെ ഊരി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ അടിവശം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കയ്യിലുള്ള കുറച്ച് ലേസുകളൊക്കെ അതിലേക്ക് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് നമുക്കതിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ച് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സ്റ്റിച്ച് ഇടുന്നതായിരിക്കും ഏറ്റവും വൃത്തിയായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമുക്കതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അടിവശം മാത്രമാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്, മുകൾ വശം ഒട്ടിച്ചെടുത്തിട്ടില്ല. ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ കൂടി അതിലേക്ക് വെക്കാനായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചതിന് ശേഷം വേണം ആ ഒരു ഭാഗം കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന കുറച്ച് തുണി പീസുകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തന്നെയാണ്. ഒരു സമയത്ത് ഇതുപോലത്തെ ലേസുകളൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡായിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ ഡ്രസ്സുകളിലൊക്കെ ഉണ്ടായിരുന്ന ലേസുകളാണ് ഇതെല്ലാം. അതെല്ലാം ഞാൻ നല്ലതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ലേസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ മുകളിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ടോപ്പിൽ വരുന്ന ഭാഗം, ഇതിനെ 1 ഇഞ്ച് വീതിയിലൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തും കൂടി 1 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ 2 ഭാഗത്തും ഓരോരോ സ്റ്റിച്ച് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അതിൽ ചെയ്യാനായിട്ടുള്ളത് ഇതുപോലെ 2 തുണി എടുത്തിട്ടുണ്ട്. ഒരു നല്ല തുണിയും ഒരു ലൈനിങ് തുണിയും. അതിതാ 9.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5.5 ഇഞ്ച് നീളവുമാണ് അതിനുള്ളത്. ഇതുപോലെ 2.5 ഇഞ്ച് അങ്ങോട്ടും 2.5 ഇഞ്ച് ഇങ്ങോട്ടുമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഫ്രണ്ട് ഭാഗമില്ലേ, അതായത് നല്ല വശത്തിന് ഇതുപോലെ ഒന്ന് മറച്ചിട്ടതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇവിടം വരെയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്ക് മറച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതായത് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നല്ല പൊതുപോലെ കുറച്ച് കട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മറച്ചെടുക്കുക. ഇനി ഈ ഒരു പീസിനെ നല്ല പതിച്ച രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു പീസിനെ കൂടി നമ്മുടെ ബാഗിലേക്ക് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ബാഗിൻ്റെ ബേക്ക് വശമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി അതിനകത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് ഇതൊന്ന് വെച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ പിന്നൊക്കെ ചെയ്ത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമുക്ക് ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. ഹാൻഡിൽ കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു തുണി പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 ഇഞ്ചും നീളം എന്ന് പറയുന്നത് 1.25 മീറ്ററുമാണ്. ഇതിൻ്റെ നീളം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്, നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഈ 2 സൈഡിലായിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് കൊടുത്ത സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അതൊന്ന് മറച്ചിട്ട് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അതേപോലെ തന്നെ നല്ല വീതി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലേസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് അതിൽ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നത്.
അതിനുശേഷം ബട്ടനെ ഈ ഒരു തുണിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ബട്ടൺ കിട്ടിയിട്ടുണ്ട്, അതിനെ കൂടി അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കൈത്തുന്നിലാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ അടിപൊളിയായിട്ടുള്ള ബാഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ക്രാഫ്റ്റിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഇതുപോലത്തെ ഐഡിയാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. താങ്ക്